കേരളത്തോട് മാത്രം എന്തോ ഒരു വാശി പിടിച്ച സമീപനമാണ് ബി ജെ പിയുടെ ഒരു എന്താണ് ഘടകകക്ഷിയെ പോലെ പെരുമാറുന്നതെന്നും ഇന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകണം നവംബർ ഡിസംബർ മാസങ്ങളായിട്ട് അവസാനിക്കണം. അപ്പോൾ കേരളത്തിൽ ബി ജെ പി ഒഴികെയുള്ള ബാക്കി മുഴുവൻ രാഷ്ട്രീയ കക്ഷികളുടെ ആവശ്യം എന്തായിരുന്നു? ഇത് SIR ഇപ്പോൾ നടപ്പാക്കരുത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷൻ്റെ വോട്ടർ പട്ടിക ഇപ്പോൾ തുലാസിലാണ്. അതിൻ്റെ വോട്ടർ പട്ടിക ആളുകളുടെ പേര് ചേർക്കലും ഒഴിവാക്കലൊക്കെ നടന്നു കഴിഞ്ഞതാണ്. ആ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതാണ്. അപ്പോൾ നമുക്ക് വോട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. അപ്പോഴാണ് ഈ SIR നടപ്പാക്കുക. അപ്പോൾ SIR നടപ്പാക്കാതെ ഈ വോട്ടർ പട്ടികയ്ക്ക് സാധുതയില്ല. പഞ്ചായത്ത് ഇലക്ഷൻ വേറെ തന്നെ വോട്ടർ പട്ടികയാണെങ്കിലും SIR നടക്കുന്ന സാഹചര്യത്തിൽ വോട്ടർ പട്ടിക ഫൈനലൈസ് ചെയ്യപ്പെടണമെങ്കിൽ SIR പൂർത്തീകരിക്കണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതാനും ദിവസങ്ങൾക്കകം പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന, അല്ലെങ്കിൽ ദിവസങ്ങളിൽ നിന്ന് തന്നെ പറയാം, നടക്കുന്ന ഒരു സ്റ്റേറ്റിൽ SIR നടപ്പാക്കുകയാണ്. അപ്പോൾ ഈ ആവശ്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു. അത് അനുവദിച്ചില്ല. അതേസമയം ഈ വർഷം തന്നെ LSG തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയുടെ ആവശ്യം അംഗീകരിച്ചു. തെലങ്കാനയെ ഈ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. തെലങ്കാനയിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകണം, അവരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. മഹാരാഷ്ട്ര ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ കേരളത്തോട് മാത്രം എന്തോ ഒരു വാശി പിടിച്ച സമീപനമാണ് ബി ജെ പിയുടെ ഒരു ഘടകകക്ഷിയെ പോലെ പെരുമാറുന്നതെന്നും ഇന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അത് ശരിയാണ്. കാരണം കേരളത്തിൽ തെരഞ്ഞെടുപ്പ്, അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാമോ എന്നുള്ള ഒരു കാര്യം, അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാടിനെയും കേരളത്തെയൊക്കെ വെസ്റ്റ് ബംഗാളിനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനിപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടാണെന്ന് വയ്ക്കാം. പക്ഷേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിർത്തേണ്ട എന്ത് കാര്യമാണുള്ളത്?